ഒരു കടച്ചക്ക ഉപ്പേരി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 കടച്ചക്ക അരിഞ്ഞ് ഞാൻ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് താളിപ്പ് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊരു 15 ചുവന്നുള്ളിയും 1 അരക്കുടം വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം. കടച്ചക്ക ഉപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതാണ്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാട്ടോ. ഇതിൻ്റെ കൂടെ ഒരു രസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ വറുത്തത് രസമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഊണ് കുശാലാവും. അപ്പോൾ എനിക്കിന്ന് അതൊക്കെയാണ്. രസം ഉണ്ടാക്കുന്നുണ്ട്, മീൻ വറവുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കടച്ചക്ക ഉപ്പേരിയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണത്. നല്ല മൂത്തും വരിഞ്ഞ കടച്ചക്കയാണ്. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞോട്ടെ. വലിയ വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ടേബിൾ സ്പൂണായ കാരണമാണ് ഞാനത് അത്ര ഇട്ടിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോകുമ്പോൾ നമ്മുടെ കടച്ചക്ക അരിക്കിട്ടെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടച്ചക്ക ഉപ്പേരി റെഡിയായി. വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കുക. അതാണ് നമ്മുടെ കടച്ചക്ക ഉപ്പേരി, ടേസ്റ്റി ഉപ്പേരി. താങ്ക് യു.